ഹായ് കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാണ്. പുറത്തൊക്കെ നല്ല അടിച്ച് തകർത്ത് മഴ പെയ്യുന്നു. പിന്നെ എന്താണ് വിശേഷം? ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതൊക്കെ ശരം കുറഞ്ഞു പോയി. എൻ്റെ ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ കാണുന്നുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് കൂട്ടാക്കണം. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമല്ലേ തോന്നുന്നുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ ഈ ജൂലൈയിൽ 8-ാം തീയതി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം എനിക്ക് വീണ്ടും കീമോ പോലത്തെ 3 ടാബ്ലറ്റ് ആയിരുന്നു 3 മാസം കഴിക്കാൻ. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പൊങ്ങാൻ മേലും വയ്യ. ഭയങ്കര ക്ഷീണവും തളർച്ചയും, ദേഹം ഫുള്ളും വേദന. നമ്മൾ കീമോയുടെ പ്രോസസ്സ് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനുള്ള മരുന്നൊക്കെ എടുത്തു. ഇന്നലെ പോയി ട്രിപ്പ് ഇട്ടു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇനി അടുത്ത മാസം ഓഗസ്റ്റ് 9-ാം തീയതി ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരും ഇതിൻ്റെ ലക്ഷണങ്ങളുള്ളവരൊക്കെ വളരെ സൂക്ഷിക്കണം. റെഗുലറായിട്ട് തരുന്ന മെഡിസിൻ റെഗുലറായിട്ട് തന്നെ കഴിക്കണം. കുറച്ച് മെഡിസിനൊക്കെ മുടക്കിയായിരുന്നു 1-2 ദിവസമൊക്കെ. അതിൻ്റെയൊന്നും അല്ല. പിന്നെ വീണ്ടും വരാതിരിക്കാൻ പിന്നെ കുറേ എക്സ്റേ, 2 സ്കാൻ, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് 5-6 ഒക്കെ തന്നിട്ടുണ്ട്. അതിനി പോകുമ്പോൾ എടുത്തുകൊണ്ടേ കാണിക്കണം. അതിൻ്റെ ക്ഷീണമാണ് എനിക്ക്. ഒന്നും ചെയ്യാനും പണിയൊന്നും ചെയ്യാൻ തോന്നില്ല. കട്ടിലിൽ നിന്ന് എണീക്കാനേ തോന്നില്ല. അതുപോലുള്ളൊരു അവശതയായിപ്പോയി. രാത്രി പനിയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊട്ടൊന്നും പോകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എറണാകുളത്തെ ഡോക്ടറും ഇവിടെ ഇന്നലെ ഞാൻ പോയി ഹോസ്പിറ്റലിലെ ഡോക്ടറും പോവാണ്. അതിൻ്റെ അടുത്തൊന്നും പോകരുത്. ഇവിടെ നിന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും, ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കാണ്. ഇവിടെ നമുക്കൊരു ഡോഗുണ്ട്, ബെൽജിയംകാരൻ, മാൽനോയ്സ്. ഞാൻ അതിൻ്റെ അടുത്ത് ഇപ്പോൾ പോകാറില്ല, കൂട്ടിലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ അല്ലേ, ഞാൻ വളരെ ശ്രദ്ധിക്കണം. വീഡിയോയുടെ മിനിറ്റ് ഞാൻ നോക്കുവാണ്. 2 മിനിറ്റായി. വേറെ എന്താണ്? വേറെ വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. നമ്മളെ ഓൺ സ്പോട്ടിലെടുക്കുന്നതാണ്. എഡിറ്റൊന്നും ചെയ്യാൻ എനിക്കറിയില്ല, ചെയ്യാൻ ആഗ്രഹവുമില്ല. ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഓർത്തു. പിന്നെ വേറൊരു സന്തോഷമായ കാര്യം, എനിക്ക് 1K ആയി. എല്ലാം സബ് ചെയ്ത് എല്ലാവർക്കും ഞാൻ ആ സമയത്തൊക്കെ ഞാൻ തീരെ അവശതയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നന്ദിയൊന്നും പറയുന്നില്ല. നന്ദി പറഞ്ഞാൽ അതവിടെ തീരും. അതുകൊണ്ട് വീണ്ടും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും വേഗം 1K